ഏകദേശം 6 പതിറ്റാണ്ടോളം മലയാളികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയ ഒരു വ്യക്തിത്വമാണ് ഭാവഗായകൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജയേട്ടൻ. ഞങ്ങൾ തമ്മിലൊരു 45 വർഷത്തെ പരിചയം. കാരണം ഞാൻ ഭക്തിഗാന രംഗത്ത് തുടക്കകാലം മുതൽ ആദ്യത്തെ കേരളത്തിൽ നിന്നിറങ്ങുന്ന ആൽബം ഹരിശ്രീ പ്രസാദം എന്ന ആൽബത്തിൽ ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ടാണ് ജയേട്ടൻ എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം അനേകം ഭക്തിഗാനങ്ങൾ, പ്രത്യേകിച്ച് കർപ്പൂരദീപം എന്ന അയ്യപ്പ ഭക്തിഗാനങ്ങൾ, ആദ്യമായിട്ട് ജയേട്ടൻ പാടുന്ന ഫുൾ ആൽബം കർപ്പൂരദീപം, അതിനുശേഷം ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങൾ, ദേവി ഭക്തിഗാനങ്ങൾ. കഴിഞ്ഞ വർഷം പോലും ഒരു ഗുരുവായൂരപ്പൻ്റെയും ദേവിയുടെയും 2 ഗാനങ്ങൾ എനിക്ക് വേണ്ടി ജയേട്ടൻ പാടിത്തന്നു. അനേകം ഓണപ്പാട്ടുകൾ, ഇങ്ങനെ എത്രയോ ഓർമ്മകളുണ്ട്. കാരണം സിനിമയായിട്ട് അധികം ബന്ധമില്ലാത്തതുകൊണ്ട്, ഭക്തിഗാന രംഗത്തായതുകൊണ്ട് മാത്രം. അതിലുമുപരി 94 മുതൽ തുടർച്ചയായിട്ട് ജയേട്ടൻ്റെ ഭക്തിഗാന പരിപാടിയിൽ ഓർക്കസ്ട്ര കൊടുക്കാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അനേകം വേദികൾ കേരളത്തിനകത്തും പുറത്തും ജയേട്ടനായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു. ഒന്നും പറയാനില്ല. കാരണം അതിന് ഈക്വൽ ടു ജയചന്ദ്രൻ ഈസ് ജയചന്ദ്രൻ എന്നെ സംബന്ധിച്ചിടത്തോളം. അതിന് നമുക്ക് ആരും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹം അങ്ങനെ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു രാഗത്തിൽ നിന്നും അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടാവില്ല. ഏത് രാഗത്തിൽ പാട്ട് ചെയ്ത് കൊടുത്താലും, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ തോടി രാഗത്തിലൊരു അയ്യപ്പൻ്റെ പാട്ടുണ്ട്, അതൊക്കെ ജയേട്ടൻ സ്റ്റേജിൽ പാടാറുണ്ട്. തോടി എന്ന ഈ രാഗം വളരെ എന്താ പറയുക, പഠിച്ച് പാടുന്നവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള രാഗത്തെ ജയേട്ടൻ വളരെ അനായാസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ ചെയ്തിട്ടുള്ള പല വർക്കുകളിലും അപൂർവ രാഗങ്ങളൊക്കെ ജയേട്ടൻ വളരെ മനോഹരമായിട്ട് പാടിത്തന്നു. ഭാവം, അതാണ് ഭാവഗായകൻ എന്നുള്ള ആ പദം. നമുക്ക് എന്തോ മറ്റൊരു സവിശേഷത എന്താ വെച്ചാൽ, ജയേട്ടൻ്റെയൊക്കെ ശബ്ദത്തിന് നമ്മൾ ഈ റെക്കോർഡിങ്ങിലൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് ശ്രദ്ധിച്ചിട്ടുള്ളതൊക്കെയാണ്, ഈ ഈക്വലൈസർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതൊന്നും ജയേട്ടൻ്റെ ശബ്ദത്തിനൊന്നും ആവശ്യമില്ല. അവിടെ ഐസ് കൂട്ടുക, അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ബേസ് കുറയ്ക്കുക, മിഡ് വയ്ക്കുക, ഇതൊക്കെ അങ്ങനെ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു ശബ്ദമാണ് ദൈവം കൊടുത്തയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഗായകനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് നികത്താൻ ഇനി ഒരാൾ ജനിച്ചാൽ മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അത്ര മഹാനായ ഗായകൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ അനന്തകോടി പ്രണാമം.